ഇന്നത്തെ വചനചിന്ത വിശ്വാസത്തോടുകൂടെ ചലിക്കുന്നവർക്കായി ദൈവം കരുതും. മോറിയ മലയിൽ ദൈവം കാണിച്ച മലയുടെ മുകളിലേക്ക് കയറുന്നതിന് മുമ്പ് ഭക്തനായ അബ്രഹാം വിശ്വാസത്തോടുകൂടെ ഇസഹാക്കിനോട് പറഞ്ഞു, യഹോവ ഈരെ, ദൈവം നമുക്ക് ഒരാട്ടിൻകുട്ടിയെ കരുതിക്കൊള്ളും. വിശ്വാസത്തോടുകൂടെ ചലിച്ച അബ്രഹാമിന് വേണ്ടി മോറിയ മലയുടെ മുകളിൽ ആട്ടുകൊറ്റനെ കരുതിയെങ്കിൽ വചനം ശ്രവിക്കുന്ന താങ്കളുടെ ജീവിതത്തിലും പരിശോധനയുടെ മല കയറുമ്പോൾ, വിശ്വാസത്തോടുകൂടെ മല ചവിട്ടുമ്പോൾ, മലയുടെ മുകളിൽ ഭക്തനായ അബ്രഹാം വിളിച്ചു പറഞ്ഞതുപോലെ വിളിച്ചു പറയുവാൻ സാധിക്കണം. നമ്മുടെ ദൈവം കരുതുന്ന ദൈവമാണ്. യഹോവ ഈരെ എന്ന്. ദൈവത്തെ ആരാധിക്കുന്ന ദൈവവേദൻ്റെ ജീവിതത്തിനകത്ത് ഏത് പ്രതികൂലങ്ങളുടെ നടുവിലും വിശ്വാസത്തിൻ്റെ വാക്ക് വിളിച്ചു പറയണം. മുന്നിലുള്ള പ്രതിസന്ധികൾ ദൈവം മാറ്റിത്തരുമെന്ന് പറയണം. ദൈവസന്നിധിയിൽ വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിച്ചാൽ, വിശ്വാസത്തോടുകൂടെ ഒരു വാക്ക് പറഞ്ഞാൽ ദൈവം പ്രതിഫലം നൽകും. ദൈവം നൽകുന്ന പ്രതിഫലത്തിനായി കാത്തിരിക്കുക. മറ്റുള്ളവർ നിന്ദിക്കുമ്പോൾ, മറ്റുള്ളവർ അപമാനിക്കുമ്പോൾ, അകാരണമായി കുറ്റം ആരോപിക്കപ്പെടുമ്പോൾ, ഇല്ലായ്മകൾ പറഞ്ഞു നടക്കുമ്പോൾ താങ്കൾ തളർന്നു പോകരുത്. ഓർക്കുക, ഒരു കാരണവുമില്ലാതെ ഇതൊക്കെയും സഹിച്ച ഒരു നാഥനെയാണ് നാം സേവിക്കുന്നതെങ്കിൽ നിന്ദിച്ചവരുടെ മുമ്പിൽ താങ്കളുടെ തല ഉയർത്തുന്ന ഒരു ദിവസമുണ്ട്. വിശ്വാസത്തോടുകൂടി ഭക്തനായ നെഹമ്യാവും കൂട്ടരും നടത്തിയ യെരുശലേമിൻ്റെ ചുറ്റിനുമുള്ള മതിലിൻ്റെ പണികൾ നിർത്തുവാൻ അനേകർ ശ്രമിച്ചു. പലരും പല പ്രാവശ്യവും പല പദ്ധതികൾ തയ്യാറാക്കി അതിന് നിർത്തുവാൻ നോക്കി. എങ്കിലും ദൈവം അവരുടെ കൂടെ ഉള്ളതുകൊണ്ട് അവർ യെരുശലേം ദേവാലയത്തിൻ്റെ പണി പൂർത്തീകരിക്കാനിടയായി. യഹോവയിൽ വിശ്വസിച്ച് അവങ്കിൽ തന്നെ ആശ്രയിച്ച് ഒരു കാര്യം ചെയ്തു തുടങ്ങിയാൽ എത്ര വെല്ലുവിളികൾ കടന്നു വന്നാലും, എത്ര വെല്ലുവിളി കൊണ്ട് തടസ്സപ്പെടുത്തിയാലും അവയെ പൂർത്തീകരിക്കുവാൻ ദൈവം സഹായിക്കും. ഭക്തനായ യോസേഫിന് ദൈവം കൈമാറിയ സ്വപ്നത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് മുമ്പായി താൻ കടന്നുപോയ പൊട്ടക്കിണർ, അടിമച്ചന്ത, ചെയ്യാത്ത കുറ്റത്തിനായിട്ടുള്ള നിന്ദ ഇവയൊക്കെയും അനുഭവിക്കേണ്ടി വന്നു. പോത്തിഫറിൻ്റെ ഭവനം, കാരാഗൃഹം, ഇതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയും യോസഫ് കണ്ട സ്വപ്നത്തിൻ്റെ പൂർത്തീകരണത്തിലേക്കുള്ള വഴിയായെങ്കിൽ താങ്കൾ കടന്നുപോകുന്ന പ്രശ്നങ്ങളും പ്രതികൂലങ്ങളുമെല്ലാം താങ്കൾക്ക് കൈമാറിയ സ്വപ്നത്തിൻ്റെ പൂർത്തീകരണത്തിലേക്കുള്ള വഴിയാകും. നാം സേവിക്കുന്ന ദൈവം വിശ്വസ്തനാകുന്നു. സദൃശവാക്യങ്ങൾ 23-18 തിരുവചനം ഇപ്രകാരം വായിക്കുന്നു, ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം, നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. കൂടെയുണ്ടെന്ന് വിശ്വസിച്ചവർ അകന്നു മാറുമ്പോൾ ദൈവസ്നേഹത്തിൻ്റെ ആഴം ഒന്നും കൂടെ രുചിച്ചറിയുവാൻ സാധിക്കും. ആരൊക്കെ മാറ്റി നിർത്തിയാലും യേശു വചനം ശ്രവിക്കുന്ന താങ്കളെ മാറ്റി നിർത്തുകയില്ല. ആരൊക്കെ തള്ളിക്കറഞ്ഞാലും ഉപേക്ഷിച്ചാലും യേശു താങ്കളെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല, ചേർത്ത് നിർത്തും. യേശുവിൻ്റെ സ്നേഹം വലുതാണ്. കർത്താവ് സ്വന്തം രക്തം നൽകി എന്നെയും വചനം ശ്രവിക്കുന്ന താങ്കളെയും നേടി. വചനം ശ്രവിക്കുന്ന താങ്കൾക്ക് ഒരു നല്ല കാലം വരും നിശ്ചയം. സർവശക്തൻ്റെ മുൻപിൽ ഒഴുക്കിയ കണ്ണുനീർ ദൈവം മറന്നിട്ടില്ല. താങ്കൾ താങ്കളുടെ ഭാവിയെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെടുന്നുണ്ടോ? വിഷമിക്കേണ്ട, ദൈവം താങ്കളെ നിരാശപ്പെടുത്തുകയില്ല. ഭാവിയുടെ വളർച്ചയ്ക്കെതിരെ ഭീഷണിയായി ഉയരുന്നത് എന്തായാലും അതിൻ്റെ നടുവിൽ തന്നെ ദൈവം നിർത്തി ദൈവം താങ്കളെ ഉയർത്തും. മനുഷ്യർ താങ്കളെ തളർത്തിയാൽ ദൈവം താങ്കളെ വളർത്തും. മനുഷ്യർ താങ്കളെ മാറ്റി നിർത്തിയാൽ ദൈവം താങ്കളെ ചേർത്ത് നിർത്തും. ഇതുവരെ തുറന്നു വച്ചിരിക്കുന്ന വാതിൽ, അതിലൂടെയായിരുന്നു താങ്കളുടെ സഞ്ചാരമെങ്കിൽ അത് പെട്ടെന്ന് അടഞ്ഞുപോയാൽ താങ്കളുടെ ദുഃഖം ഭയങ്കരമായിരിക്കും. കാരണം ആ വഴി മാത്രമായിരുന്നു താങ്കൾക്ക് ഏക ആശ്രയം. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതി വേറൊന്നാണ്. തിരിച്ചറിയുക. ദൈവത്തിൻ്റെ പദ്ധതിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ദൈവത്തിൻ്റെ പദ്ധതിക്കനുസരിച്ച് ചലിക്കുമ്പോൾ താങ്കൾ എന്നും ഒരേ രീതിയിലായിരിക്കും. അത് വിശാലമായിരിക്കില്ല, എന്നാൽ ദൈവം മറ്റൊന്ന് കരുതുമെന്നും. ഞെരുക്കത്തിലൂടെ കടന്നു പോകുമ്പോൾ വിശാലമായ മറ്റൊരു വാതിൽ തുറക്കപ്പെടുന്നുവെന്നും താങ്കൾ തിരിച്ചറിയുക. ശ്രേഷ്ഠമായ വിശാലതയുള്ള മറ്റൊരു വാതിൽ വചനം ശ്രവിക്കുന്ന താങ്കൾക്ക് വേണ്ടി തുറക്കും. ദൈവം തുറക്കപ്പെടുന്ന വാതിലിനെ അടയ്ക്കുവാൻ ആർക്കും സാധ്യമല്ല. ദൈവിക പദ്ധതിക്ക് അനുസരിച്ച് ചരിക്കുവാൻ, വിശ്വാസത്തോടുകൂടെ വാക്കുകൾ വിളിച്ചു പറയുവാനും പ്രവർത്തിപ്പാനും, ഞെരുക്കങ്ങളാണെങ്കിലും എൻ്റെ ദൈവം വിശാലം വരുത്തുമെന്ന് വിളിച്ചു പറയുവാൻ വചനം ശ്രവിക്കുന്ന ഏവരെയും കർത്താവ് സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.